Good morning, all. Good morning, ma'am. Can you sit and നോക്കി എല്ലാവരും ക്ലിയർ ആണോ? ഓക്കെ ആണ്. മിസ്റ്റർ ഇൻവെന്ററി കൺട്രോൾ, സ്റ്റോക്ക് കൺട്രോൾ വരെയാണ് അല്ലെ മിസ്റ്റർ എടുത്തത്? നെക്സ്റ്റ് ഇനി ഗോൾസ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ഒരു ജോയിൻ ചെയ്യുന്നുള്ളല്ലോ. നോക്കുന്നുണ്ടോ എല്ലാ ക്ലാസ്സുകളും കഴിഞ്ഞ് കഴിയുമ്പോ എടുക്കുന്നതൊക്കെ? നോക്കുന്നുണ്ടോ എല്ലാവരും? നോക്കുക കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലേ, ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂള് പോലെയല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എല്ലാ ചാപ്റ്റേഴ്സും കേട്ടോ. അപ്പൊ ക്ലാസ് എടുക്കുന്നതോടൊപ്പം തന്നെ പഠിച്ചു നോക്കിയൊക്കെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. മിസ്സുമാർ ഇമ്പോർട്ടന്റ് പറയുന്നത് നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നെക്സ്റ്റ് ഗോൾസ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി കൺട്രോൾ കൊണ്ടുള്ള അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് അല്ലെ? ഫസ്റ്റ് പറയുന്നത് പ്രൊവൈഡ് സപ്ലൈസ് അവൈലബിൾ വെൻ നീഡഡ് ടു മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ഓപ്പറേഷൻസ് അല്ലെ? ഒരു നമ്മൾ ഹോസ്പിറ്റലിൽ ആണ് പഠിക്കുന്നത് അല്ലെ? അപ്പൊ ഹോസ്പിറ്റൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും നിരന്തരമായ പ്രവർത്തനത്തിന് അവർക്ക് എന്ത് വേണം? അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ അല്ലെ? അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ലഭ്യമാകണോ? അതല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ സാധാരണ നോർമൽ ഫങ്ഷൻസ് നടത്തണമെങ്കിൽ എന്താണ്? അവർക്ക് ആവശ്യമായ റിസോഴ്സുകൾ, അവർക്ക് ആവശ്യമായ സ്റ്റോക്കുകൾ ലഭ്യമാകണം അല്ലെ? അപ്പൊ എന്താണ്? ഒരു ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ആണെങ്കിൽ ആ ഒരു ബിസിനസിന്റെ ഓപ്പറേഷൻ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള അല്ലെ, നിരന്തരമായ പ്രവർത്തനം നടത്താൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നൽകുക എന്നുള്ളത് നമ്മുടെ ഇൻവെന്ററി കൺട്രോളിന്റെ ലക്ഷ്യമാണ്. രണ്ടാമത് പറയുന്നത് to have a stock of goods when required through reduction or purchase അല്ലെ? നമ്മ ആ ഒരു മെറ്റീരിയൽസിന്റെ അല്ലെങ്കിൽ ആ ഒരു ഐറ്റംസിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിന്റെ ഉപയോഗം കുറയ്ക്കുക, റിഡക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നത് മൂലം ആ ഒരു ഗുഡ്സിന്റെ സ്റ്റോക്കുകൾ നിലനിർത്തുക അല്ലെ? ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും ഇപ്പൊ വെളിച്ചെണ്ണയുടെ ഒക്കെ സിറ്റുവേഷൻ എന്താണ്? എടുക്കാൻ പറ്റുമോ നമുക്ക്? 470 രൂപയാണ് അല്ലെ? എടുക്കാൻ പറ്റുമോ? വീട്ടമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും. ഇല്ല. അപ്പൊ നമ്മ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ഉപയോഗം കുറയ്ക്കുന്നുണ്ടോ? ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ എന്താണ്? ആവശ്യത്തിന് മാത്രം അല്ലേ? കുറച്ച് ഉപയോഗം കുറയ്ക്കുന്നുണ്ടോ? ഉണ്ടോ? ഉപയോഗം കുറയ്ക്കുന്നില്ല. നമ്മ ഓയിലൊക്കെ ഉപയോഗിക്കുന്ന ലിമിറ്റ് ഉണ്ട് അല്ലെ? ഉപയോഗിക്കുന്നതിന് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. നമ്മ ആദ്യം ഉപയോഗിച്ചിരുന്ന അത്രയും ഉപയോഗിക്കുന്നുണ്ടോ? അപ്പൊ കറിയൊക്കെ താളിക്കാൻ ഒരു ഇത്തിരിയൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ അല്ലെ? പേരിന് മാത്രം ആണോ? അപ്പൊ എന്താണ്? ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ഐറ്റത്തിന്റെ റിഡക്ഷൻ, അതിന്റെ ഉപയോഗം കുറയ്ക്കുന്നത് മൂലമോ അതല്ലെങ്കിൽ ആ ഒരു ഐറ്റം നമ്മൾ വീണ്ടും പർച്ചേസ് ചെയ്യുന്നത് മൂലമോ നമ്മുടെ ഇൻവെന്ററിയിൽ ആ ഒരു ഗുഡ്സിന്റെ സ്റ്റോക്ക് നിലനിർത്തുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് റിട്ടൈൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ദ മിനിമം ലെവൽ പോസിബിൾ അല്ലെ? എന്താണ്? സാധ്യമായ ഏറ്റവും കുറഞ്ഞ തലത്തില് നമ്മുടെ മൂലധന നിക്ഷേപം, നമ്മ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണോ നമ്മ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു അളവില് നമ്മുടെ സ്റ്റോക്ക് നമ്മ നിലനിർത്തില്ലേ? ഇപ്പൊ നമ്മ എന്താണ് ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തില് ഒരു 40 ലക്ഷം രൂപ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മ എന്താണ് ചെയ്തു? ആ ഒരു ബിസിനസ് പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ എന്താണ്? സ്റ്റോക്ക് ഉണ്ടാവും അല്ലേ?
ചിലപ്പോ നമ്മ പുറത്ത് ഔട്ട്സൈഡില് നമ്മുടെ ഇത് പ്രോഡക്ട്സുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആണോ? നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും ഇല്ലേ? ഒരു ബിസിനസ് നടത്തുമ്പോ അങ്ങനെയല്ലേ? മാനുഫാക്ചറിങ് നടത്താണെങ്കിൽ എന്താണ്, ഒരു ബാഗിന്റെ മാനുഫാക്ചറിങ് കമ്പനിയാണ്, ഒരു എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ തന്നെ നോക്കിക്കോ. ഒരു ഹോസ്പിറ്റലില് അവരെന്താണ്, ഓണേഴ്സ് ഒരു 50 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ ഒരു മുതൽ മുടക്കിയിട്ടുണ്ട്. അപ്പൊ അവരിൽ എന്താണ്, അതിനുള്ള അസറ്റ് ഉണ്ടോ? അതിനുള്ള സാധനങ്ങൾ ഉണ്ടാവോ? സ്റ്റോക്ക് ഉണ്ടാവോ? പലതരത്തിലുള്ള എക്യുപ്മെന്റുകൾ ഉണ്ട്, മെഷീനറീസ് ഉണ്ട്, ബിൽഡിങ്ങുകൾ ഉണ്ട്, വെഹിക്കിൾസ് ഉണ്ട്. ഉണ്ടോ? ആ ഒരു ബോഡിക്കുള്ള ഒരു നിക്ഷേപം അവർക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഹോസ്പിറ്റലിൽ നോക്കിയേ എന്തോരം റിസോഴ്സുകൾ ഉണ്ട്, എക്യുപ്മെന്റുകൾ ഉണ്ട്, മെഷീനറീസ് ഉണ്ട്, ഒരുപാട് ഫാർമസി പ്രോഡക്ട്സുകൾ ഉണ്ട്. അവിടെ എന്താണ്, ബിൽഡിങ്ങുകൾ ഉണ്ട് അല്ലെ? ഹോസ്പിറ്റൽ ബിൽഡിങ്ങുകൾ ഉണ്ട്. പിന്നെന്താണ്, നമ്മുടെ വെഹിക്കിൾസ്, ആംബുലൻസ്, വീൽ ചെയേഴ്സ്, സ്ട്രക്ചേഴ്സ്, അങ്ങനെയുള്ള വെഹിക്കിൾസ് ഉണ്ട്. അപ്പൊ 1 കോടി രൂപ അവർ മുതൽ മുടക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു സ്റ്റോക്ക് ആ ഹോസ്പിറ്റലിൽ ഉണ്ടോ? മനസ്സിലാകുന്നില്ലേ? മനസ്സിലായോ? സാധ്യമായ ഏറ്റവും കുറഞ്ഞ തലത്തില് മൂലധന നിക്ഷേപം നിലനിർത്തുക. മിസ് പറഞ്ഞത് മനസ്സിലായോ ആർക്കെങ്കിലും? ആരുടെ ഭാഗത്തുനിന്ന് ഒരു റിപ്ലൈ ഇല്ലല്ലോ? മനസ്സിലായില്ല. ഇപ്പൊ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ നോക്കിക്കഴിഞ്ഞാൽ അതെന്താണ്, നമ്മുടെ പബ്ലിക് അല്ലാണ്ട് നമ്മ പറഞ്ഞു അല്ലെ, പ്രൈവറ്റ് ആളുകൾ നടത്തുന്നതുണ്ട്. ഓണേഴ്സ് എന്താണ്, പ്രൈവറ്റ് പാർട്ടീസ് അല്ലെ, പാർട്ട്ണർഷിപ്പിലൊക്കെ നടത്തുന്നവരുണ്ട്. അപ്പൊ അതില് ഒരാള് ഇപ്പൊ ആ ഒരു ഹോസ്പിറ്റലിൽ നടത്തുന്ന ആള് 1 കോടി രൂപ മുതൽ മുടക്കിയിട്ടിട്ട് ആളുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രോഡക്ട്സുകൾ വാങ്ങുന്നുണ്ട് അല്ലെ? പ്രോഡക്ട്സുകൾ, എക്യുപ്മെന്റുകൾ വാങ്ങുന്നുണ്ട്, മെഷീൻസ് വാങ്ങുന്നുണ്ട്. ഹോസ്പിറ്റൽ നടത്തണമെങ്കിൽ അതിനൊരു ബിൽഡിംഗ് വേണം അല്ലെ? അതുമായി ബന്ധപ്പെട്ട് ആംബുലൻസ് സർവീസുകൾ വേണം. പിന്നെന്താണ്, സ്ട്രക്ചേഴ്സ്, വീൽ ചെയേഴ്സ്, ഒരുപാട് സാധനങ്ങൾ വേണ്ടേ? ഐറ്റംസ് വേണം. അപ്പൊ നോക്കിയേ, അയാള് 1 കോടി രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ അയാൾ അതിനുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടോ? സ്റ്റോക്ക് ഹോസ്പിറ്റൽ ഉണ്ടാവോ? ഉണ്ട്. അപ്പൊ അതാണ് എന്താണ്, ആ ഒരു വീണ്ടും പോയില്ല. ഹലോ, ക്ലിയർ ആണോ? കേൾക്കാമോ? നെറ്റ് ഇഷ്യൂ ഉണ്ടായേ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ മനസ്സിലായോ? ഒരാള് എത്ര മൂലധന നിക്ഷേപം ആള് അതിനു വേണ്ടി, ആ ഒരു ബിസിനസ്സിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടോ, ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു അത്രയും എമൗണ്ട് തന്നെ എന്ത് ചെയ്യുക, ഒരു സ്റ്റോക്കില് നിലനിർത്തുക. ഓക്കെ ആണോ? ഓക്കെ ആയോ എല്ലാവർക്കും? മൂലധന നിക്ഷേപം. അപ്പൊ അവർക്ക് ഇപ്പൊ അത്രയും സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമുക്ക് പറയാം അല്ലെ, അയാൾ എന്താണ്, നഷ്ടത്തിലാണ് അല്ലെ ആ ഒരു കമ്പനി ഓടിക്കൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ അവിടെ അത്രയും അയാൾ ഇറക്കി അത്രയും ആ ഒരു എമൗണ്ടിനുള്ള സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അല്ലെ, ലോസ് ഒന്നുമില്ല, ടാലി ആയിട്ടാണ് പോകുന്നത് അല്ലെ. ചിലപ്പോ എന്താണ്, പുറത്ത് അയാൾക്ക് പുറത്തു നിന്നും അയാൾക്ക്, ഔട്ട്സൈഡിൽ നിന്നും അയാൾക്ക് പൈസ കിട്ടേണ്ടതായിട്ടുണ്ടാവും അല്ലെ. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത്
establish controls for production and distribution of inventory അല്ലെ. നമ്മൊരു എന്താണ് ഇൻവെന്ററി, അതായത് ഒരു സാധനം, ഒരു ഐറ്റംസ് പ്രൊഡക്ഷൻ ചെയ്യുന്നതിനും അതിനു വേണ്ട സാധനങ്ങൾ, ആ ഒരു ഐറ്റംസ് പ്രൊഡക്ഷൻ ചെയ്യുന്നതിനും ഉത്പാദിപ്പിക്കുന്നതിനും നമ്മൾ ഏതൊക്കെ ഐറ്റംസ് അവർക്ക് കൊടുക്കണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ ആ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് കൊണ്ടുവരാ, ഒരു കൺട്രോൾ കൊണ്ടുവരാ അല്ലെ, ഒരു നിയന്ത്രണം കൊണ്ടുവരാ. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്താൽ എന്താ വരുന്നത്, ഒരുപാട് വേസ്റ്റ് ആയി പോകും അല്ലേ. ഒരുപാട് വേസ്റ്റ്, ചിലപ്പോൾ നമുക്ക് അത് മാർക്കറ്റിൽ വിറ്റഴിക്കാൻ സാധിക്കില്ല. അപ്പൊ അതെന്താണ്, വേസ്റ്റ് ആയി നമുക്ക് ലോസ് ആണോ സംഭവിക്കുന്നത്? ആണോ? ആണ്. അതല്ലെങ്കിൽ നമ്മ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരുപാട് റിസോഴ്സുകൾ നമ്മ അവർക്ക് കൊടുക്കുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ സമയത്ത് എന്താണ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്, ഒരുപാട് വേസ്റ്റേജസ് ആക്കുന്നുണ്ട് അല്ലേ. ആവശ്യത്തിൽ കൂടുതൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്കാണെങ്കിൽ അങ്ങനെയല്ലേ, ആവശ്യത്തിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ വേസ്റ്റ് ആവോ സാധനങ്ങള്? ആവും അല്ലേ. അപ്പൊ എന്താണ്, നമുക്ക് പ്രോഡക്റ്റുകള് നമ്മ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ഹോസ്പിറ്റലില് പ്രൊഡക്ഷന്റെ അല്ലെ, ഉൽപാദനത്തിന്റെ കാര്യത്തിലും ആ ഒരു ഉൽപാദനത്തിന് വേണ്ടി നമ്മ നൽകുന്ന സ്റ്റോക്കുകൾ അല്ലെ, മെറ്റീരിയൽസിന്റെ കാര്യത്തിലും നിയന്ത്രണം കൊണ്ടുവരിക. ഓക്കെ ആണോ അത്? നെക്സ്റ്റ് എടുക്കട്ടെ. നെക്സ്റ്റ് പറയുന്നത് if there is no inventory control. അപ്പൊ നമ്മ ഇൻവെന്ററി കൺട്രോൾ ആണ് അല്ലെ പറഞ്ഞത്. ഇൻവെന്ററി കൺട്രോളിന് എന്താണ്, സ്റ്റോക്ക് നിയന്ത്രിക്കുക അല്ലെ, നമ്മുടെ ആവശ്യമായ രീതിയിൽ നമുക്ക് എന്താണ് ഒരു ലോസും സംഭവിക്കാത്ത രീതിയിൽ നിരന്തരമായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റോക്കുകള് നിലനിർത്താം അല്ലെ, പരമാവധി സാമ്പത്തിക ലാഭം നേടുക എന്ന ലക്ഷ്യത്തിനായി. അപ്പൊ ആ ഒരു കമ്പനിയിൽ ഒരു ഇൻവെന്ററി കൺട്രോളും ഇല്ല. ഇഫ് ദർ ഈസ് നോ ഇൻവെന്ററി കൺട്രോൾ, സ്റ്റോക്കില് കൺട്രോൾ ഇല്ല എങ്കിൽ there will be no liability അല്ലെ. അവിടെ എന്താണ്, വല്ല ബാധ്യതയുണ്ടോ, ലയബിലിറ്റി ഉണ്ടോ? അവർക്ക് തോന്നിയ പോലെ ആയിരിക്കും അല്ലെ പ്രൊഡക്ഷൻ ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതും അവർ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതും, ആണോ? ഇൻവെന്ററി കൺട്രോൾ ഇല്ലെങ്കിൽ അപ്പൊ എന്താണ്, there will be, അവിടെ ഇൻവെന്ററി കൺട്രോൾ ഇല്ലെങ്കിൽ there will be no liability, അവിടെ ഒരു ബാധ്യതയും ഇല്ല അല്ലെ. അവർക്ക് തോന്നിയ പോലെ ആയിരിക്കും അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെ വരാം, ഓവർ സ്റ്റോക്കിംഗ് വരാം അല്ലെ. ഒരുപാട് അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ അവർ സ്റ്റോക്ക് ചെയ്യാം. അങ്ങനെ ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോക്ക് ചെയ്താൽ എന്താണ്, വേസ്റ്റേജ് സംഭവിക്കും അല്ലെ, എക്സ്പയറി ഡേറ്റ് കഴിയും, ഡാമേജ് വരും അല്ലെ, ഇൻസ്ട്രക്ഷൻ എന്താണ്, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വരാം അല്ലെ, കീടങ്ങളൊക്കെ നശിപ്പിച്ച് കളയാം അല്ലെ. അപ്പൊ എന്താണ്, ഓവർ സ്റ്റോക്കിംഗ് വരും. ഓർ അണ്ടർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽ, അല്ലെങ്കിൽ എന്താണ്, അവർക്ക് ആവശ്യമായ ആ ഒരു അളവിലും താഴെയായിരിക്കും അല്ലെ അവരുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വരുന്നത്. ഇൻവെന്ററി കൺട്രോൾ ഇല്ലെങ്കിൽ ആണോ? ആണ്. പിന്നെ എന്താണ് വരുന്നത്, ലോസ് ഓഫ് മെറ്റീരിയൽസ് അല്ലെ. ചിലപ്പോ മെറ്റീരിയൽസ് അവരുടെ കണക്കൊന്നുമില്ലാതെ നഷ്ടപ്പെടാം അല്ലെ, ആളുകള് കളവ് നടത്താം അല്ലെ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാം അല്ലെ. അപ്പൊ ലോസ് ഓഫ് മെറ്റീരിയൽസ് നഷ്ടപ്പെടാം, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകുന്നു. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോ അവർക്ക് എന്താണ്, അവർക്ക് ഒരുപാട് മൂലധന നിക്ഷേപം ഇറക്കേണ്ടി വരുന്നുണ്ടോ, ക്യാപിറ്റൽ ആവശ്യമായി വരുന്നുണ്ടോ, നഷ്ടം വരാണ് അല്ലെ. ഒരുപാട് ഓവർ സ്റ്റോക്കിംഗ് വരുന്നുണ്ട്, അണ്ടർ സ്റ്റോക്കിംഗ് വരുന്നുണ്ട്, മെറ്റീരിയൽ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ വീണ്ടും അവർ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെ. അപ്പൊ വീണ്ടും അവർ പൈസ ഇറക്കണോ? കണക്ട് ചെയ്ത് നോക്കി മക്കളെ. അപ്പൊ അവർക്ക് എന്താണ്, ഇറ്റ് റിലീസ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്താണ്, ഒരു ലോട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെ, അവരുടെ പ്രവർത്തനത്തിന് വേണ്ടി ഒരുപാട് മൂലധന നിക്ഷേപം ഇറക്കേണ്ടതായിട്ട് വരുന്നു. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് റിസർവ് സ്റ്റോക്ക്. റിസർവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്. നമ്മൾ റിസർവേഷൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാറുണ്ട് അല്ലെ, ട്രെയിനിലൊക്കെ പോവാനായിട്ട് ഉണ്ടോ? ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഉപയോഗിക്കാൻ, ആവശ്യമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അല്ലെ.
ആ ഒരു ടിക്കറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി നമ്മ ബുക്ക് ചെയ്തിടും അല്ലെ? ആണോ? മുൻകൂട്ടി ഒരു ഡേറ്റിന് ഒരു സമയത്ത് നമ്മ ബുക്ക് ചെയ്തിടും. അപ്പൊ റിസർവ് സ്റ്റോക്ക് എന്തായിരിക്കും? റിസർവ് സ്റ്റോക്ക് ഓർ ബഫർ സ്റ്റോക്ക് കേട്ടോ. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. റിസർവ് സ്റ്റോക്ക് എന്താണെന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. Reserve stock or buffer stock is the stock kept to provide uncertainties in consuming rate or lead time of the material. എന്താണ് നമ്മുടെ റിസർവ് സ്റ്റോക്ക് അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത്? ഒരു മെറ്റീരിയലിന്റെ ഉപഭോഗത്തിലോ ലീഡ് ടൈമിലോ ഉള്ള അനിശ്ചിതത്വം കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മ മുൻകൂട്ടി സ്റ്റോക്ക് ചെയ്യുന്ന ആ ഒരു സ്റ്റോക്കിനെയാണ് റിസർവ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ സ്റ്റോക്ക് തീർന്ന് പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മ ഓർഡർ കൊടുത്തിട്ട് നമുക്ക് അത് ലഭിക്കുന്നതിന് വേണ്ടി ഒരുപാട് കാലതാമസം എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അനിശ്ചിതത്വങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മ മുൻകൂട്ടി സൂക്ഷിക്കുന്ന സ്റ്റോക്കിനെയാണ് റിസർവ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമ്മ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് സ്റ്റോക്ക് മുൻകൂട്ടി കരുതി സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ഐറ്റംസിന്റെ എന്താണ് സ്റ്റോക്ക് തീർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് അതിനു വേണ്ടി ഒരുപാട് കാലതാമസം എടുക്കുന്നുണ്ട് എങ്കിലും നമ്മ മുൻകൂട്ടി കുറച്ച് അളവിൽ എന്താണ് ആ ഒരു ഐറ്റം സ്റ്റോക്ക് ചെയ്ത് സൂക്ഷിക്കുന്നു. അപ്പൊ ആ ഒരു സ്റ്റോക്കിനെയാണ് റിസർവ് സ്റ്റോക്ക് അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് റീഓർഡർ ലെവൽ ഓർ റീഓർഡർ പോയിന്റ് is the stock level of any item in economic order quantity terms that can be disposed of so that order can arrive in time to keep away from stock out. അല്ലെ? എന്ന് വെച്ചാൽ റീഓർഡർ പോയിന്റ് അല്ലെങ്കിൽ റീഓർഡർ സ്റ്റോക്ക് ലെവൽ, റീഓർഡർ ലെവൽ എന്ന് പറയുന്നത് ഒരു ഐറ്റത്തിന്റെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിലെ ഏതെങ്കിലും ഒരു ഇനത്തിന്റെ സ്റ്റോക്ക് ഔട്ട് ആവില്ലേ, സീറോയിലേക്ക് എത്തില്ലേ? നമ്മ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന്റെയും സ്റ്റോക്ക് ഔട്ട് ആയി പോകും അല്ലേ? യൂസ് ചെയ്യുമ്പോൾ ഒരു മെറ്റീരിയൽ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതെന്താണ് തീർന്നു പോകും അല്ലെ? അപ്പൊ ആ ഒരു സീറോയില് ആ ഒരു സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഐറ്റം നമ്മൾ വീണ്ടും ഓർഡർ ചെയ്ത് ലഭ്യമാക്കുന്നതിനെയാണ് റീഓർഡർ പോയിന്റ് അല്ലെങ്കിൽ റീഓർഡർ ലെവൽ എന്ന് പറയുന്നത്. പേര് തന്നെയുണ്ട് അല്ലെ? റീഓർഡർ ചെയ്യുക, വീണ്ടും ഓർഡർ ചെയ്യുക. എന്താണ്? ഒരു ഐറ്റം നമ്മുടെ ഇൻവെന്ററിയിലെ ഏതെങ്കിലും ഒരു ഐറ്റത്തിന്റെ സ്റ്റോക്ക് തീർന്നു പോകുന്നതിന് മുമ്പ് അല്ലെ, സ്റ്റോക്ക് ഔട്ട് ആവുക അല്ലെങ്കിൽ അത് സീറോയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മ അത് വീണ്ടും ഓർഡർ ചെയ്ത് നമുക്ക് ലഭ്യമാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? റീഓർഡർ ലെവൽ അല്ലെങ്കിൽ റീഓർഡർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? റിസർവ് സ്റ്റോക്ക് എന്ന് പറയുന്നത് മുൻകൂട്ടി നമ്മ ആ ഒരു ഐറ്റംസ് എന്താണ് അഡ്വാൻസ് ആയിട്ട് കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിനെയാണ് റിസർവ് സ്റ്റോക്ക് അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇത് രണ്ടൊക്കെയാണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. കൈൻഡ്സ് ഓഫ് ഓർഡർ ദാറ്റ് ഈസ് പ്ലേസ്ഡ്. നമ്മ ഹോസ്പിറ്റല് ഏതൊക്കെ തരത്തിലുള്ള ഓർഡറുകളാണ് നമ്മൾ നൽകുന്നത്? ഫസ്റ്റ് പറയുന്നത് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം. നിങ്ങളെ ഓർഡർ എന്നാണോ ആൻസ് എന്നാണോ കിടക്കുന്നത്? ഓർഡർ എന്നാണ് അല്ലെ? ഓക്കെ. അപ്പൊ എന്താണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം? സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദിസ് സിസ്റ്റം ഈസ് ഫിക്സ്ഡ് ഇന്റർ ഓർഡർ ഓഫ് പീരിയോഡിക് റിവ്യൂ സിസ്റ്റം. നമ്മുടെ പീരിയോഡിക് റിവ്യൂ സിസ്റ്റത്തിൽ ഒരു ഫിക്സ്ഡ് ഇന്റർവെല്ലില് നമ്മ ഓർഡർ നടത്തുന്നതിനെയാണ് സൈക്ലിക് ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മ ഓരോ മാസം കൂടുമ്പോൾ എന്താണ് ഡിഫറെന്റ് ക്വാണ്ടിറ്റിയിലെ സാധനങ്ങൾ ഓർഡർ കൊടുക്കില്ലേ? നമുക്കാവും. പക്ഷെ ആ ഓർഡർ കൊടുക്കുന്ന കാലയളവ് എന്ന് പറയുന്നത് എന്താണ്? ഓരോ മാസം കഴിയുമ്പോഴായിരിക്കും. അതിനൊരു നിശ്ചിത ഇടവേളകള് ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? ഇപ്പൊ നമ്മൾ ജൂലൈ 3-ാം തീയതി ഓർഡർ കൊടുത്തു കഴിഞ്ഞാല് എന്താണ് നെക്സ്റ്റ് ഓഗസ്റ്റ് 3-ാം തീയതി നമ്മൾ അത് വീണ്ടും ഓർഡർ കൊടുക്കും. അപ്പൊ അതെന്താണ് കറക്റ്റ് ഒരു ഓർഡറിലാണ് അല്ലെ? ഇന്റർവെല്ലിലല്ല ഓർഡർ കൊടുക്കുന്നത്. ഓഗസ്റ്റ് 3-ാം തീയതി കൊടുത്തു കഴിഞ്ഞാല് പിന്നെ നെക്സ്റ്റ് സെപ്റ്റംബർ 3-ാം തീയതി ഓർഡർ കൊടുക്കും. അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോ
അപ്പൊ അതെന്താണ്, അതിന് ആ ഒരു ഫിക്സ്ഡ് ഇന്റർവെല് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഓർഡർ സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരാം. അപ്പൊ നമ്മ ഈ മാസം 100 ക്വാണ്ടിറ്റിയിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ നെക്സ്റ്റ് മന്ത് എത്രയായിരിക്കും ഓർഡർ ചെയ്യുന്നത്, 200 എണ്ണായിരിക്കും. ചിലപ്പോ അതിന്റെ അടുത്ത മാസം നമ്മൾ 150 എണ്ണായിരിക്കും ഓർഡർ ചെയ്യുന്നത്. അതിന്റെ ആ ക്വാണ്ടിറ്റിയിൽ വേരിയേഷൻസ് വന്നാലും ഓർഡർ ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡില് വ്യത്യാസങ്ങൾ വരുന്നില്ല. ഓക്കെ ആണോ? ഫിക്സഡ് ഇന്റർവെല്ലില് ഡിഫറെന്റ് ക്വാണ്ടിറ്റിയില് ഐറ്റംസിനെ ഓർഡർ ചെയ്യുന്നതിനെയാണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം. ആ പേരിൽ തന്നെയുണ്ട് അല്ലെ, ഫിക്സഡ് ക്വാണ്ടിറ്റി. എന്തായിരിക്കും ഫിക്സഡ് ക്വാണ്ടിറ്റി, പറയാമോ? പേരിൽ തന്നെയുണ്ട്. പറയാൻ പറ്റോ? പേരിൽ തന്നെ ഉണ്ടല്ലോ, സെയിം ക്വാണ്ടിറ്റിയിലായിരിക്കും അല്ലെ, സെയിം ക്വാണ്ടിറ്റിയിലായിരിക്കും നമ്മൾ ഓർഡർ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഓർഡർ ചെയ്യുന്ന ആ ഒരു ഇന്റർവെല്ലില് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പൊ നമ്മൾ ഈ മാസം 30-ാം തീയതി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ 2 മാസം കഴിയുമ്പോഴായിരിക്കും ഓർഡർ ചെയ്യുന്നത്, ചിലപ്പോ അടുത്ത മാസം 3 മാസം കഴിയുമ്പോഴായിരിക്കും ഓർഡർ ചെയ്യുന്നത്. പക്ഷെ ക്വാണ്ടിറ്റി എങ്ങനെയായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ ആണോ? This system is based on ordering fixed quantities at different intervals. Different intervals fixed quantities, same quantity നമ്മൾ സാധനങ്ങൾ ഓർഡർ കൊടുക്കുന്നതിനെയാണ് ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് ടു ബിൻ സിസ്റ്റം അല്ലെ. നമുക്ക് ചില ഐറ്റംസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഇത് എത്രമാത്രം നമുക്ക് ഉപയോഗിക്കേണ്ടി വരും എന്ന്, അല്ലെങ്കിൽ അത്രമാത്രം നമുക്ക് പർച്ചേസ് ചെയ്യണമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റോ, പ്രവചിക്കാൻ പറ്റോ? അപ്പൊ നമ്മ എന്ത് ചെയ്യും, ഒരു ഏകദേശം വെച്ച് നമ്മ അത് ഓർഡർ ചെയ്യും അല്ലേ, ആണോ? ഒരു ഏകദേശം. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അങ്ങനെ ഓർഡർ ചെയ്യുന്നതിനെയാണ് ടു ബിൻ സിസ്റ്റം എന്ന് പറയുന്നത്. When the items cannot be measured on the basis of any pre-agreed value or terms അല്ലെ, എന്താണ് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ടേമിന്റെ ഒരു കണ്ടീഷന്റെ നിബന്ധനയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഐറ്റംസ് എത്രയാണ് വേണ്ടി വരുന്നത് എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുകയില്ല. The order will placed on the basis of logical reasoning after enquiry the volume contained in the containing box അല്ലെ. എന്താണ്, അപ്പൊ നമ്മുടെ ഒരു ലോജിക്കൽ യുക്തിപരമായിട്ടുള്ള ഒരു ലോജിക്കൽ റീസണിങ് വെച്ചിങ്ങാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മ ആ ഒരു ബോക്സിൽ, അത് ഉൾക്കൊള്ളുന്ന ആ ഒരു ബോക്സിൽ എത്ര ഐറ്റംസ് ഉണ്ടാകും എന്നതിന്റെ ആ ഒരു അളവില് നമ്മുടെ ആവറേജിൽ ഒരു ഏകദേശം ഓർഡർ നൽകുന്നതിനെയാണ് എന്ത് പറയുന്നത്, ടു ബിൻ സിസ്റ്റം എന്ന് പറയുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഗോൾസ് ഒക്കെ നമുക്ക് പറയാൻ പറ്റുമോ? പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞാല് നമുക്ക് ഈ പ്ലാസ്റ്റർ ഇടാനായിട്ട് ഉപയോഗിക്കില്ലേ, അപ്പൊ അത് പൊടിയൊക്കെ ആയിട്ടാണ് അല്ലെ വരുന്നത്. നമുക്ക് അത് പറയാൻ പറ്റുമോ എത്രമാത്രം ആവശ്യമായി വരുന്നുണ്ടെന്ന്? അല്ലെങ്കിൽ നെയ്തെടുക്കുന്ന ബാൻഡേജ് അല്ലെങ്കിൽ കോട്ടൺസ്, അതൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് എത്ര മാത്രം വേണ്ടി ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഏകദേശം വെച്ചിട്ട് അല്ലെ ആ ഒരു ബോക്സിൽ എത്ര എണ്ണം ഉണ്ടാകും അല്ലെ. അപ്പൊ ആ ഒരു ഏകദേശം വെച്ചിട്ട് നമ്മൾ ഓർഡർ കൊടുക്കും. അപ്പൊ ആ ഒരു ഓർഡറിനെയാണ് ടു ബിൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, കൈൻഡ്സ് ഓഫ് ഓർഡർ ചോദിക്കുന്നതാണ് കേട്ടോ. ബഫർ സ്റ്റോക്ക്, റീ ഓർഡർ സ്റ്റോക്ക്, കൈൻഡ്സ് ഓഫ് ഓർഡർ ഒക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ അടയാളപ്പെടുത്താം. നെക്സ്റ്റ് പറയുന്നത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റല് നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ സാധനങ്ങൾ പല രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ. ഉണ്ടോ? ഷെൽഫിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്, ഉണ്ടോ? പറയ്, ആലോചിച്ച് നോക്ക്. ഷെൽഫിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ, നമ്മുടെ ഡ്രസ്സുകള്, കുട്ടികളുടെ ബുക്സുകള് അല്ലെ. പിന്നെ എന്താണ്, കിച്ചണിൽ നമ്മൾ എന്താണ് പല പല കണ്ടെയ്നേഴ്സിലാക്കി വെക്കുന്നുണ്ട് അല്ലെ, ബിന്നുകളിലാക്കി വെക്കുന്നുണ്ട്. പറയ്.
പിന്നെ എന്താണ് നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ ടി വി ഒക്കെ എന്താണ് ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ് അല്ലെ സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നത്. നമുക്കത് വല്ല പാത്രത്തില് അല്ലെങ്കിൽ ഷെൽഫിലൊക്കെ വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ് നമ്മളത് ടെക്നിക്കൽ പരമായിട്ടുള്ള അല്ലെ സാങ്കേതികപരമായിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ് സൂക്ഷിക്കുന്നത് അല്ലെ. പിന്നെന്താണ് നമ്മുടെ വീട്ടിലുള്ള ഈ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്താണ് നമ്മൾ ഒരുപാട് സേഫ്റ്റിയിലായിരിക്കും അല്ലെ സൂക്ഷിക്കുന്നത്. കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവർക്ക് മണ്ണെണ്ണ, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഡിസ്ഇൻഫെക്ഷൻ ലായനികൾ അല്ലെ കുട്ടികളൊക്കെ എടുക്കുന്നത് കൊണ്ട് അപ്പൊ നമ്മ എന്താണ് പല രീതിയിലെ സാധനങ്ങൾ സ്റ്റോറേജ് ചെയ്യുന്നുണ്ട് അല്ലെ. അതേപോലെ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഐറ്റംസ് മെറ്റീരിയൽസ് നമ്മൾ പല രീതിയിലാണ് സ്റ്റോറേജ് നടത്തുന്നത്. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കി. ഫസ്റ്റ് വരുന്നത് ബൾക്ക് സ്റ്റോറേജ് അല്ലെ. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് അല്ലെ. എന്താണ് അഡ്മിഷൻ കാർഡുകള്, വിസിറ്റിംഗ് കാർഡുകള്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫോംസുകള് അല്ലെ. കൺസേൺ ഫോമുകളൊക്കെ എന്താണ് അവർ ബൾക്കായിട്ട് സ്റ്റോറേജ് ചെയ്ത് വെക്കാണ് അല്ലെ ചെയ്യുന്നത്. രജിസ്ട്രേഷൻ ഫോമുകള്, ഡോക്ടേഴ്സ് എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻ ഫോമുകള് അല്ലെ ചിട്ടികളൊക്കെ. അപ്പൊ എന്താണ് ബൾക്ക് സ്റ്റോറേജ് അല്ലെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ അല്ലെ. അപ്പൊ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ് ഷെൽഫ് സ്റ്റോറേജ് അല്ലെ. നമ്മ പറഞ്ഞ പോലെ എന്താണ് ഷെൽഫിൽ ഒരുപാട് സാധനങ്ങൾ സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ ഫയലുകള്. ആണോ? നെക്സ്റ്റ് എന്താണ് ബിൻ സ്റ്റോറേജ് അല്ലെ. ബിന്നിലിട്ട് വെക്കുന്നുണ്ടോ ഓരോ എക്യുപ്മെന്റിന്റെ സാധനങ്ങള് അല്ലെങ്കിൽ ഫാർമസിയിലെ മരുന്നുകളൊക്കെ അവർ ബിന്നിലിട്ട് വെക്കുന്നുണ്ട് അല്ലെ. പല ബിന്നുകളിലിട്ട് പേരെഴുതി സൂക്ഷിച്ചു വെക്കുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ ബിൻ സ്റ്റോറേജ് നടത്തുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ് ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ് അല്ലെ. ഫ്രിഡ്ജ്, AC, പിന്നെന്താണ് മെഷീനറീസ് അതൊക്കെ എന്താണ് ടെക്നിക്കൽ എൻവയോൺമെന്റിലാണ് അല്ലെ അവര് സൂക്ഷിച്ചു വെക്കുന്നത്. സെൻട്രിഫ്യൂജ്, നമ്മ ബയോമെഡിക്കൽ വേസ്റ്റിലൊക്കെ പഠിച്ച സെൻട്രിഫ്യൂജ് ഒക്കെ ഓർമ്മയുണ്ടോ? നെക്സ്റ്റ് പറയുന്നത് ഇവാപ്പറേറ്റീവ് ലിക്വിഡ് സ്റ്റോറേജ് അല്ലെ. സ്പിരിറ്റ് ഒക്കെ എന്താണ് നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിലൊക്കെ വെച്ച് കഴിഞ്ഞാല് അതെന്ത് വരും ആവിയായി പോകും അല്ലേ. ഇവാപ്പറേറ്റ് ചെയ്ത് പോകും അല്ലേ. ആണോ? അപ്പൊ അതിനാവശ്യമായിട്ട് സജ്ജീകരണത്തോടു കൂടി ഈ സ്പിരിറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നു. നെക്സ്റ്റ് ഡേഞ്ചറസ് മെറ്റീരിയൽ സ്റ്റോറേജ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പില്ലേജ് വേസ്റ്റിൽ പഠിച്ചു അല്ലെ. നമ്മൾ ഒരുപാട് ഡേഞ്ചറസ് മെർക്കുറി പഠിച്ചു അല്ലെ. അപ്പൊ സിഡെക്സ് അതായത് ഡിസ്ഇൻഫെക്റ്റൻ ലായനിയാണ് കേട്ടോ സിഡെക്സ്. നമ്മുടെ ഫിനോയില്, ഡെറ്റോളൊക്കെ പോലെ തന്നെയുള്ള ഒരു ഡിസ്ഇൻഫെക്റ്റൻ ഇതിന്റെ ഒരു ബ്രാഞ്ച് നെയിം ആണ് സിഡെക്സ്. അപ്പൊ സിഡെക്സ്, മെർക്കുറി അതൊക്കെ എന്താണ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് ആണ് അല്ലെ. അപ്പൊ അത് അനുയോജ്യമായിട്ടുള്ള ഒരു സേഫ്റ്റിയോട് കൂടിയിട്ട് സൂക്ഷിക്കുന്നു. നെക്സ്റ്റ് വോളട്ടൈൽ അല്ലെ എന്താണ് ഈസിലി ഇവാപറേറ്റഡ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ഇവാപറേറ്റ് ബാഷ്പീകരിച്ചു പോകുന്ന സാധനങ്ങൾ അതിനാൽ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളോട് കൂടി സൂക്ഷിക്കുന്നു. സ്പിരിറ്റ്, ആൽക്കഹോള്, ക്ലോറോഫോം പോലെയുള്ള സാധനങ്ങള്. ഓക്കെ ആണോ? നമ്മുടെ ഹോസ്പിറ്റലിൽ പല രീതിയിലുള്ള സ്റ്റോറേജ് നടത്തുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് സ്റ്റോർസ് ഇൻ എ ഹോസ്പിറ്റൽ. നമുക്കറിയാം നമ്മ ഹോസ്പിറ്റലില് പലതരത്തിലുള്ള സ്റ്റോറുകൾ കാണുന്നുണ്ട് അല്ലെ. ഡ്രഗ് സ്റ്റോർസ് കാണുന്നുണ്ട് അല്ലെ. ഫാർമസിയിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളും ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഡ്രഗ് സ്റ്റോർസ് ഉണ്ട്. സർജിക്കൽ സ്റ്റോർസ് ഉണ്ട് അല്ലെ. സർജറിയുടെ എക്യുപ്മെന്റുകള്, നമ്മുടെ സർജറി നടത്തുന്നതിന് ആവശ്യമായ മെറ്റീരിയൽസ് ഒക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർജിക്കൽ സ്റ്റോർസ് ഉണ്ട്. അനസ്തെറ്റിക് സ്റ്റോർസ് ഉണ്ട് അല്ലെ. നെക്സ്റ്റ് എന്താണ് കിച്ചൺ സ്റ്റോർസ് അല്ലെ. ഡയറ്ററി സർവീസിലേക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കിച്ചൺ സ്റ്റോർസ് അല്ലെ. ലിനൻ സ്റ്റോർസ് ഉണ്ട് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള ബെഡ്ഷീറ്റുകള്, പില്ലോ കവേഴ്സ്, ഡോക്ടേഴ്സിനും നഴ്സുമാരുടെ എന്താണ് ഡ്രസ്സുകൾ അല്ലെ. പിന്നെ നമ്മുടെ എന്താണ് സർജറിയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ, പേഷ്യൻസ് ഡ്രസ്സുകൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങള് ക്ലോത്ത് പരമായിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന ലിനൻ സ്റ്റോർസ് ഉണ്ട്. നെക്സ്റ്റ് ജനറൽ സ്റ്റോർസ് അല്ലെ. ജനറൽ ആയിട്ടുള്ള ഐറ്റംസ്, സ്റ്റേഷനറി, ക്ലോത്തിങ് അങ്ങനെയുള്ള ജനറൽ ഐറ്റംസ് സൂക്ഷിക്കുന്ന ജനറൽ സ്റ്റോർസും ഉണ്ട്. ഓക്കെ ആണോ? അറിയുന്നതാണ് അല്ലെ. ഒരുപാട് എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ മക്കൾ ഇത്.
ഇതറിയുന്നതാണ് അല്ലെ, പേര് കേൾക്കുമ്പോ തന്നെ അറിയാം അല്ലെ. ഓക്കെ അല്ലേ എല്ലാവരും? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. സിറ്റുവേഷൻ ഓഫ് സ്റ്റോഴ്സ്. നമ്മുടെ സ്റ്റോഴ്സിന്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോഴ്സ് ഇവിടെ ഇപ്പൊ നമ്മ ഒരുപാട് സ്റ്റോഴ്സ് പറഞ്ഞു അല്ലെ, ഡ്രഗ് സ്റ്റോഴ്സ് പറഞ്ഞു, സർജിക്കൽ സ്റ്റോഴ്സ് പറഞ്ഞു, അനസ്തെറ്റിക് സ്റ്റോഴ്സ് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ സ്റ്റോറുകള് എവിടെയായിരിക്കണം സ്ഥിതി ചെയ്യേണ്ടത് അല്ലെ, ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ ലൊക്കേഷൻ ഓഫ് ദി സ്റ്റോഴ്സ് ആർ. എന്താണ്? നമ്മുടെ സ്റ്റോറുകളുടെ സ്ഥാനം നിർണ്ണയിക്കണം, അത് എവിടെ സ്ഥിതി ചെയ്യണം എന്നുള്ള ആ ഒരു സ്ഥാനം നിർണ്ണയിക്കാനുള്ള ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഫസ്റ്റ് പറയുന്നത് എന്താണ്? ക്ലോസർനെസ് ടു ദി യൂസർ അല്ലെ, നമ്മുടെ യൂസർ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് തന്നെയായിരിക്കണം അല്ലെ. ഇപ്പൊ ഡ്രഗ് സ്റ്റോർ നമ്മ എന്താണ് വേറെ ഏതെങ്കിലും സെക്ഷനിൽ കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ? ഫാർമസിയുടെ അടുത്ത് തന്നെയായിരിക്കണം അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്താണോ വെക്കേണ്ടത്? ഫാർമസിയുടെ അടുത്ത് തന്നെയായിരിക്കണം അല്ലെ ഡ്രഗുകളുടെ സ്റ്റോഴ്സ്. അപ്പൊ എന്താണ്? അല്ലെങ്കിൽ അനസ്തെറ്റിക് സ്റ്റോഴ്സ്, അനസ്തേഷ്യ ആ ഒരു സെക്ഷന്റെ അടുത്ത് തന്നെ ആയിരിക്കണ്ടേ? സർജറി റൂമിന്റെ അടുത്ത് തന്നെ ആയിരിക്കണം അല്ലെ സർജിക്കൽ സ്റ്റോഴ്സ് വരേണ്ടത് അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്ത് തന്നെയല്ലേ സർജിക്കൽ സ്റ്റോഴ്സ്. അപ്പൊ എന്താണ്? ക്ലോസർനെസ് ടു ദി യൂസർ ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു യൂസറിന്റെ അടുത്ത് തന്നെ ആയിരിക്കണം ആ ഒരു യൂസറിന്റെ സ്റ്റോഴ്സും വരുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഫ്യൂച്ചർ ഗ്രോത്ത് ഓർ ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു 4 വർഷം 5 വർഷം കഴിഞ്ഞ് നമ്മ അവിടെ പോകുമ്പോൾ നമ്മ പണ്ട് ചെന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ തന്നെയായിരിക്കും അവിടെ. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം അല്ലെ. പുതിയ പുതിയ ചികിത്സകള്, ട്രീറ്റ്മെന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം അല്ലെ. ആണോ? അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ മാറുന്നതിനനുസരിച്ച് നമ്മൾ പുതിയ ഫെസിലിറ്റീസ് കൊണ്ടുവരുന്നുണ്ട്, പുതിയ ട്രീറ്റ്മെന്റുകൾ കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ എന്താണ്? നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും അല്ലെ, വിപുലീകരിക്കേണ്ടി വരുമോ ഓരോ സ്റ്റോറുകളും? നമ്മുടെ ഹോസ്പിറ്റലിന്റെ വലിപ്പം കൂട്ടുന്നതിനനുസരിച്ച് സ്റ്റോഴ്സുകളുടെ വലിപ്പം കൂട്ടേണ്ടി വരുമോ? അവർക്ക് ആവശ്യമായി വരുന്ന സാധനങ്ങളുടെ ആവശ്യം കൂടും അല്ലെ. അപ്പൊ എന്താണ്? ആ ഒരു എക്സ്പാൻഷനുള്ള ഒരു സ്കോപ്പ്, സാധ്യത ആ സ്റ്റോഴ്സുകളിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ചിലവര് വീട് പണിയുമ്പോൾ എന്താണ് മുകളിലേക്ക് അപ്സ്റ്റെയർ ഇടാറുണ്ട് അല്ലെ. ഒരു നിലയായിരിക്കും, പക്ഷെ എന്താണ് മുകളിലേക്ക് അപ്സ്റ്റെയർ ഇടാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്യൂച്ചറില് അല്ലെ. അവർക്ക് വീട് കുറച്ചും കൂടി വിപുലീകരിക്കണമെങ്കിൽ മുകളിലേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ആണോ? ആണ്. അപ്പൊ അതെന്താണ്? ആ സ്റ്റെപ്പ് ഇടുക എന്ന് പറയുന്നത് അതൊരു സ്കോപ്പാണ് അല്ലെ, എക്സ്പാൻഷൻ ഉള്ള സ്കോപ്പ് അല്ലേ. അപ്പൊ അതേപോലെ നമുക്ക് ആ സ്റ്റോഴ്സ് വിപുലീകരിക്കുന്നതിനുള്ള ഒരു സ്കോപ്പ്, ഒരു സാധ്യത ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് വെഹിക്കിൾസ് അല്ലെ. നമുക്ക് മെറ്റീരിയൽസ് കൊണ്ടുവന്നാലും അത് നമുക്ക് യൂസർ ഡിപ്പാർട്ട്മെന്റിൽ എത്തിക്കാനൊക്കെ എന്താണ് വണ്ടികൾ ആവശ്യമായി വരുന്നുണ്ട് അല്ലെ. ട്രോളീസ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ ആവശ്യമായി വരുന്നുണ്ടോ? അപ്പൊ ആ ഒരു വെഹിക്കിൾസിന്റെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം അല്ലെ, ലഭ്യത ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നമുക്ക് കൊണ്ടുവരുന്ന സാധനങ്ങള് എന്താണ് വണ്ടിയിലൊക്കെ ആയിരിക്കും അല്ലെ കൊണ്ടുവരുന്നത്, ലോറിയിൽ. അപ്പൊ ആ വണ്ടികള് പാർക്ക് ചെയ്യാനും സാധനങ്ങളെ അൺലോഡ് ചെയ്യാനുമുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കണോ? വേണം അല്ലെ. അപ്പൊ എന്താണ്? പാർക്കിംഗ് ആൻഡ് അൺലോഡിംഗ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് അഡ്വക്കേറ്റ് ടേണിംഗ് സ്പേസിൽ എന്താണ്? നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം ആ സ്റ്റോർ റൂമിൽ ഉണ്ടായിരിക്കണം അല്ലെ. കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ മാത്രം മതിയോ? നമുക്കത് സ്റ്റോർ ചെയ്യണം അല്ലെ, സ്റ്റോറേജ് എടുക്കണ്ടേ? അപ്പൊ എന്താണ്? ആ ഒരു സ്റ്റോറേജ് നടത്താനുള്ള സ്പേസ് നമ്മുടെ സ്റ്റോർ റൂമിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ്? ഡേഞ്ചറസ് മെറ്റീരിയൽ സൂക്ഷിക്കാനുള്ള സെപ്പറേറ്റ് ഏരിയാസ് ഉണ്ടായിരിക്കണം അല്ലെ. കെമിക്കൽസ്, മെർക്കുറി, ഇവാപറേറ്റ് ചെയ്യുന്ന സാധനങ്ങള്, തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ഏരിയ ഉണ്ടായിരിക്കണോ? ഇതൊക്കെ നമുക്ക് ഒരുമിച്ച് മറ്റു മെറ്റീരിയൽസിനൊപ്പം സൂക്ഷിക്കാൻ സാധിക്കുമോ?
ഇല്ല അല്ലെ. അപ്പൊ എന്താണ് ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഏരിയ നമ്മുടെ സ്റ്റോർസ് റൂമിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് സേഫ്റ്റി അല്ലെ. എന്താണ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും ആ സ്റ്റോറിൽ മുൻകൂട്ടി അവര് കണ്ടുവെക്കണം അല്ലെ. എന്താണ് സേഫ്റ്റി എക്യുപ്മെന്റുകള്, അങ്ങനെയുള്ള സാധനങ്ങള്. നെക്സ്റ്റ് പറയുന്നത് ഇൻഫ്ലേമബിൾ അല്ലെ. എന്താണ് ജ്വലിക്കുന്ന സാധനങ്ങൾ, തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ളതൊക്കെ എന്താണ് സെപ്പറേറ്റ് ആണ് അല്ലെ സൂക്ഷിക്കേണ്ടത്. ആ ഒരു ഏരിയാസിൽ സ്റ്റോഴ്സുകൾ നിർമ്മിക്കാൻ പാടുണ്ടോ? ഇപ്പൊ ഗ്യാസ്, മെഡിക്കൽ ഗ്യാസുകൾ സൂക്ഷിക്കുന്ന ഏരിയയിൽ നമുക്ക് സ്റ്റോഴ്സ് റൂം കൊണ്ടുവന്ന് വെക്കാൻ പറ്റുമോ? മെഡിക്കൽ ഗ്യാസുകളൊക്കെ സൂക്ഷിക്കുന്ന ഏരിയാസ് മാനിഫോൾഡ് സിസ്റ്റത്തിന്റെ അടുത്ത് ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അതിന്റെ അടുത്തായിരിക്കരുത് നമ്മുടെ സ്റ്റോർ റൂം സ്ഥിതി ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് ഡോക്യുമെന്റ്സ് റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ സ്റ്റോഴ്സ് അല്ലെ. നമ്മ സ്റ്റോഴ്സിൽ സൂക്ഷിക്കുന്ന ഡോക്യുമെന്റ്, രേഖകൾ അല്ലെങ്കിൽ റെക്കോർഡുകൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് പറയുന്നത് സ്റ്റോഴ്സ് മാനുവൽ അല്ലെ. ഒരു സ്റ്റോറിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എങ്ങനെയാണ്, റൂൾസുകൾ എങ്ങനെയാണ് എന്ന് കാണിക്കുന്ന സ്റ്റോഴ്സ് മാനുവൽ ഉണ്ടായിരിക്കണം. ഓരോ ആളുകളുടെയും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എന്താണ് അല്ലെ, അതൊക്കെ പറയുന്ന സ്റ്റോഴ്സ് മാനുവൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് പർച്ചേസ് റിക്വസിഷൻ അല്ലെ. എന്താണ് നമ്മുടെ യൂസർ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്നതാണ് അല്ലെ. അവർക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട്, ഏതൊക്കെ സമയത്താണ്, ഏത് ടൈമിനാണ് അവർക്ക് ആവശ്യമായി വരുന്നത്, എത്ര ക്വാണ്ടിറ്റിയിൽ ആവശ്യമായി വരുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ള ആ ഒരു പർച്ചേസിംഗ് റിക്വസിഷനുകൾ സൂക്ഷിക്കുന്നതിനുള്ള റെക്കോർഡുകൾ അല്ലെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സുകൾ ഉണ്ടായിരിക്കും. പർച്ചേസ് പ്ലാൻ അല്ലെ. ഓരോ പർച്ചേസും അവർക്ക് എങ്ങനെ എന്താണ് അവർ പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ആസൂത്രണം അല്ലെ, പ്ലാനിങ് ഉണ്ടായിരിക്കണം അല്ലെ. അവർക്ക് എത്രമാത്രം ആ ഒരു പ്രോഡക്റ്റുകൾക്ക് അവർക്ക് എത്രമാത്രം പൈസ കൊടുക്കാൻ സാധിക്കും, എത്രമാത്രം അവർക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കും അല്ലെ, അവർക്ക് എത്രത്തോളം പോകാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. പർച്ചേസ് ഓർഡർ അല്ലെ. എന്താണ് നമ്മുടെ യൂസർ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് പർച്ചേസ് റിക്വസിഷൻ കിട്ടി, അവർ പർച്ചേസിങ്ങിന് വേണ്ട പ്ലാനുകൾ, ആസൂത്രണങ്ങളൊക്കെ തയ്യാറാക്കിയതിനു ശേഷം എന്താണ് സപ്ലയേഴ്സിന് അല്ലെങ്കിൽ വെൻഡേഴ്സിന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് കൊടുക്കുന്നു, പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡുകളും രേഖകളും സൂക്ഷിക്കുന്നുണ്ട്. ഡെലിവറി ചലാൻ അല്ലെ. ഡെലിവറി ചലാൻ കേട്ടിട്ടുണ്ടോ? ഡെലിവറി ചലാൻ എന്ന് പറഞ്ഞാല് ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഔപചാരികമായിട്ടുള്ള ഡോക്യുമെന്റിനെയാണ്, രേഖയെയാണ് ഡെലിവറി ചലാൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഡെലിവറി ചലാൻ ഉണ്ടായിരിക്കണം. ഗുഡ്സ് റിസീവ്ഡ് നോട്ട് അല്ലെ. അവര് സ്വീകരിച്ച, അവര് ഓർഡർ ചെയ്തിട്ട് അവര് സ്വീകരിച്ച ആ ഒരു ഐറ്റംസ്, റിസീവ് ചെയ്ത ഐറ്റംസിന്റെ ഗുഡ്സ് റിസീവ്ഡ് നോട്ടുകൾ ഉണ്ടായിരിക്കും. ഗുഡ്സ് റിട്ടേൺഡ് നോട്ട്, അതായത് അവര് സ്വീകരിച്ച സാധനങ്ങൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ട്, വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട്, അപ്പൊ അവരെന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും അല്ലെ. അത് സപ്ലയേഴ്സിന് അല്ലെങ്കിൽ വെൻഡേഴ്സിന് റിട്ടേൺ ചെയ്യും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടുകള്, ഡോക്യുമെന്റുകള് സൂക്ഷിക്കുന്നുണ്ട്. മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് അല്ലെ. എന്താണ് ആ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അവിടെ മാനുഫാക്ചറിങ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു മാനുഫാക്ചറിങ് പ്രോസസ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ മെറ്റീരിയൽസ് ആവശ്യമായി വരുന്നുണ്ട് എന്ന് കാണിക്കുന്ന മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് ഉണ്ട്. നെക്സ്റ്റ് ബിൻ കാർഡ് അല്ലെ. നമ്മ ഫാർമസിയിൽ പഠിച്ചു, ബിൻ കാർഡ് പഠിച്ചു, ഓർമ്മയുണ്ടോ? ബിൻ കാർഡ് എന്താണ്, നമ്മുടെ എത്ര സ്റ്റോക്ക് ഉണ്ട് അല്ലെ, ഓരോ ഐറ്റത്തിന്റെയും സ്റ്റോക്കിനെ കാണിക്കുന്നതാണ് അല്ലെ ബിൻ കാർഡ്. നമ്മൾ ഇത്ര പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഇത്ര ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ബാലൻസ് ഇത്ര ഉണ്ട് അല്ലെ, അറിഞ്ഞോയോ? അപ്പൊ അങ്ങനെയുള്ള ഓരോ ഐറ്റത്തിന്റെയും സ്റ്റോക്ക് പൊസിഷൻ കാണിക്കുന്ന ബിൻ കാർഡുകൾ ഉണ്ടായിരിക്കും. സ്റ്റോർസ് ലെഡ്ജർ. സ്റ്റോർസ് ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പർച്ചേസ് റിക്വസിഷന്, പർച്ചേസ് പ്ലാന്, പർച്ചേസ് ഓർഡർ, ഗുഡ്സ് റിസീവ്ഡ് നോട്ടുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കമ്പ്യൂട്ടർ രജിസ്റ്ററിലേക്ക്
കമ്പ്യൂട്ടറിലേക്ക് രജിസ്റ്റർ ചെയ്ത് കയറ്റുന്നുണ്ടോ ഡോക്യുമെന്റുകളൊക്കെ? അപ്പൊ അങ്ങനെയുള്ള സ്റ്റോക്സ് ലെഡ്ജർ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ അല്ലെ, എന്താണ് നമ്മളിൽ നിന്ന് കാലഹരണപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഡിമാൻഡ് ഇല്ലാത്ത അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയേ, അതിലേതെങ്കിലും കിട്ടാത്തതുണ്ടോ നോക്കി മക്കളെ. ഓക്കെ ആണോ? സ്പീഡ് കൂടുന്നുണ്ടോ? റിപ്ലൈ ഡാമിസിന് ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് നോക്കിയേ, ജസ്റ്റ് വേഗം വായിച്ചേ. ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത്, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ബിൻ കാർഡ്. ബിൻ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കയ്യില് ഓരോ ഐറ്റമിനും എത്ര സ്റ്റോക്ക് ഉണ്ട് എന്ന് കാണിക്കുന്ന രേഖയെയാണ് ബിൻ കാർഡ് എന്ന് പറയുന്നത്. നമ്മ ഫാർമസിയിൽ പഠിച്ചോ? ആരാ ചോദിച്ച് കണ്ടിരുന്നോ? ഫാർമസിയിൽ നമുക്കൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ടായി ബിൻ കാർഡ് സെക്കൻഡ് മൊഡ്യൂളില്. അപ്പൊ അതെന്താണ്? ഡേറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് നമ്മ എത്ര പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അത് നമ്മ സ്റ്റോഴ്സിലേക്ക് എത്ര, യൂസർ ഡിപ്പാർട്ട്മെന്റിന് എത്ര ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ബാലൻസ് നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു ബിൻ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, നമ്മുടെ സ്റ്റോഴ്സിൽ ബാലൻസിന് എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിനെ കാണിക്കുന്നതിനുള്ള ബിൻ കാർഡ്. ഓക്കെ ആണോ? ബാക്കിയൊക്കെ ഓക്കെ ആണോ? ബാക്കി എടുക്കട്ടെ മിസ്, നെക്സ്റ്റ് എടുക്കട്ടെ. നെക്സ്റ്റ് പറയുന്നത് സ്റ്റോഴ്സ് വേരിയേഷൻസ് അല്ലെ. നമ്മുടെ സ്റ്റോഴ്സിൽ പല രീതിയിൽ വ്യത്യാസങ്ങൾ വരാം, വേരിയേഷൻസ് വരാം അല്ലെ. നമ്മുടെ സ്റ്റോറേജില്, സ്റ്റോക്കുകളില് എന്തൊക്കെ കൊണ്ടാണ് നമുക്ക് അങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു റോങ് എൻട്രീസ് അല്ലെ. നമ്മ തെറ്റായ രീതിയിൽ എൻറ്റർ ചെയ്ത് കയറ്റുന്നത് മൂലം അല്ലെ. ഇപ്പൊ നമ്മ എന്താണ്, നമ്മ 100 പർച്ചേസ് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക്, ഒരു ഐറ്റം നമ്മ 100 പർച്ചേസ് ചെയ്ത്, പക്ഷെ നമ്മ അത് എൻറ്റർ ചെയ്യുന്ന സമയത്ത് 100 എന്നുള്ള 150 എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസങ്ങൾ വരുമോ സ്റ്റോക്കില്? നമ്മ റെക്കോർഡും ആ ഒരു സ്റ്റോക്കും തമ്മിൽ നോക്കുമ്പോൾ ടാലി ചെയ്യുന്ന സമയത്ത് എന്താണ് 50 വേരിയേഷൻസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ റോങ് എൻട്രീസ് നടത്തുന്ന സമയത്ത് നെക്സ്റ്റ് എന്താണ്, സ്റ്റോറേജ് ഓർ ഓവർ ഇഷ്യൂ, ഷോർട്ടേജ് ഓർ ഓവർ ഇഷ്യൂ അല്ലെ. നമ്മ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിൽ കുറവ് കൊടുക്കുമ്പോഴെന്താണ് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ ചിലപ്പോ യൂസർ ഡിപ്പാർട്ട്മെന്റിന് വാർഡിലേക്ക് ഒരു മെഡിസിൻ എല്ലാ ടൈമിലും ഒരു 100 ആയിരിക്കും കൊടുക്കേണ്ടത്. ആ ഒരു സമയത്ത് നമ്മ 100 എന്നുള്ളത് 125 കൊടുക്കാം. അതല്ലെങ്കിൽ 100ന് 75 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വേരിയേഷൻസ് വരുമോ? ഷോർട്ടേജ് ഓർ ഓവർ ഇഷ്യൂ വരൂ. അത് ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഇപ്പൊ ഏതെങ്കിലും ഒരു മെഡിസിൻ, മനസ്സിലായില്ല? വരില്ലേ? എന്താണ് നമ്മുടെ ഉണ്ട് 100 കൊടുക്കേണ്ടത്. നമ്മൾ ആ ഒരു എണ്ണം, ആ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി നോക്കിയിട്ടായിരിക്കും നമ്മൾ ടാലി ചെയ്ത് നോക്കുന്നത്. പക്ഷെ നമ്മ അതിൽ എന്താണ്, ആ ഒരു ക്വാണ്ടിറ്റി 100 എന്നുള്ളത് ചിലപ്പോൾ അതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, 125 കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഒരു 25 വ്യത്യാസം വരുന്നില്ലേ? 25 മെഡിസിന്റെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അല്ലെ സ്റ്റോക്കില്, വേരിയേഷൻസ്. അങ്ങനെ ആയാലും ടാലി ആകില്ല അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ്, നമ്മ യൂസർ ഡിപ്പാർട്ട്മെന്റിന് ഒന്നില്ലെങ്കിൽ ഓവറായിട്ട് കൂടുതലായിട്ട് അവർക്ക് പറയുന്ന ക്വാണ്ടിറ്റിയിലും കൂടുതൽ അനുവദിക്കാം, അല്ലെങ്കിൽ അവർ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കുറവ് നൽകുന്നത് മൂലവും വ്യത്യാസങ്ങൾ വരാം. നെക്സ്റ്റ് എന്താണ്, കെപ്റ്റിൻ റോങ് ബിൻ അല്ലെ. എന്താണ്, നമ്മ റോങ് ബിന്നിൽ ഇടുക. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ കിച്ചണിൽ എന്താണ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇടാൻ എന്താണ് സെപ്പറേറ്റ് ടിന്നുകൾ ഉണ്ട് അല്ലെ. ഉണ്ടോ? ഉണ്ട്. അപ്പൊ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അല്ലെ, ഇന്ന ടിന്നിലാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നത്.
ചിലപ്പ വേറെ ആരെങ്കിലും കിച്ചണിൽ കയറിയിട്ട് ആ ഒരു മഞ്ഞപ്പൊടി ഇടുന്ന പാത്രം മാറി വേറൊരു പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? മഞ്ഞപ്പൊടി തീർന്നു പോയെന്ന് വിചാരിക്കും അല്ലെ? ആണോ? ആണ്. അപ്പൊ എന്താണ്? റോങ് ബിന്നിൽ ഇട്ടാലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അല്ലെ? സ്റ്റോക്കില് ബിൻ മാറി വേറെ ഏതെങ്കിലും ബിന്നിൽ ഇടാം. വേറെ ഏതെങ്കിലും സ്റ്റോക്ക് സൂക്ഷിക്കുന്ന ബിന്നിൽ ഇട്ട് കഴിഞ്ഞാലും വ്യത്യാസങ്ങൾ കാണിക്കില്ലേ സ്റ്റോറില്? ആ, നെക്സ്റ്റ് പറയുന്നത് പിൽഫറേജ് അല്ലെ? കളവുകൾ നടത്താരെങ്കിലും സ്റ്റോക്കിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോവാ അല്ലെ? അപ്പോഴും വ്യത്യാസം വരാം. പിന്നെ എന്താണ്? ഇവാപ്പറേഷൻ നടത്താം അല്ലെ? ബാഷ്പീകരിക്ക, സ്പിരിറ്റ്, ആൽക്കഹോള് അങ്ങനെയുള്ള സാധനങ്ങള് ബാഷ്പീകരിച്ച് പോയി കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു ടിന്നില് മുഴുവൻ ഉണ്ടായിരുന്ന ചിലപ്പോ എന്താവും? അര ടിന്നായി മാറും അല്ലെ? ബാഷ്പീകരിച്ച് പോയി കഴിയുമ്പോൾ. ആണോ? ആണ്. അപ്പൊ എന്താണ്? വ്യത്യാസങ്ങൾ വരികയാണ് അല്ലെ? സ്റ്റോഴ്സിൽ വ്യത്യാസങ്ങൾ വരികയാണ്. നെക്സ്റ്റ് വേസ്റ്റ് വരിക അല്ലെ? ഒരുപാട് സാധനങ്ങള് വേസ്റ്റേജ് വന്നു പോകുന്നു. ഓക്കെ ആണോ? അപ്പോഴും സ്റ്റോഴ്സിൽ വേരിയേഷൻസ് വരുന്നു. ഓക്കെ ആണോ അത്? നെക്സ്റ്റ് പിൽഫറേജ് എന്ന് പറയുന്നത് ആക്ട് ഓഫ് സ്റ്റീലിംഗ് തിങ്സ് ഓഫ് ലോ വാല്യൂ അല്ലെ? എന്താണ്? കുറഞ്ഞ മൂല്യമുള്ള വസ്തുക്കള് നഷ്ടപ്പെട്ട് മോഷ്ടിക്കുന്ന പ്രവൃത്തിയെയാണ് പിൽഫറേജ്, അതായത് കളവ് നടത്തുന്നതിനെയാണ് പിൽഫറേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? അതൊക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റോക്ക് വെരിഫിക്കേഷൻസ് അല്ലെ? നമ്മൾ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പരിശോധിക്കുന്നുണ്ട് അല്ലെ? വെരിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റോക്ക് വെരിഫിക്കേഷൻ കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? അക്കൗണ്ടബിലിറ്റി അല്ലെ? മികച്ച ഉത്തരവാദിത്തമാണ് അല്ലെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആണോ? നല്ല അക്കൗണ്ടബിലിറ്റി ഉള്ള പ്രവർത്തനമാണ് അല്ലെ? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളില് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്റ്റോക്കിനെ ബാധിക്കോ? ബാധിക്കില്ലേ? അപ്പൊ എന്താണ്? മികച്ച ഉത്തരവാദിത്തമാണ് അല്ലെ? അക്കൗണ്ടബിലിറ്റി ആണ്. അക്യുറസി, കൃത്യത വേണം അല്ലെ? കൃത്യമായിട്ട് അല്ലെ? നല്ല അക്യുറേറ്റ് ആയിട്ടായിരിക്കണം സ്റ്റോക്കിന്റെ പ്രവർത്തനങ്ങൾ. സ്റ്റോറേജ് ചെയ്യാനും പർച്ചേസ് ചെയ്യാനും അത് മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് വിതരണം ചെയ്യുന്നതും എങ്ങനെയായിരിക്കണം? നല്ല കൃത്യതയോടുകൂടി ആയിരിക്കണം അല്ലെ? ആണോ? നെക്സ്റ്റ് പറയുന്നത് ഒബ്സർവിംഗ് ഓഫ് തെഫ്റ്റ് ആൻഡ് പിൽഫറേജ് അല്ലെ? എന്താണ്? നമ്മുടെ കളവ്, മോഷണങ്ങൾ എന്താണ്? നമ്മൾ ഒബ്സർവ് ചെയ്യണോ? നിരീക്ഷിച്ച് കണ്ടുപിടിക്കണോ? അല്ലെങ്കിൽ എന്ത് പറ്റും? നമുക്ക് നഷ്ടം സംഭവിക്കും അല്ലെ? ഒരുപാട് ലോസ് സംഭവിക്കും. അപ്പൊ ഒബ്സർവിംഗ് ഓഫ് തെഫ്റ്റ് ആൻഡ് പിൽഫറേജ്. നെക്സ്റ്റ് എന്താണ്? എക്സാമിനിങ് ഓഫ് സിസ്റ്റം അല്ലെ? എന്താണ്? നമ്മുടെ സിസ്റ്റം പരിശോധിക്കുക അല്ലെ? നമ്മൾ എന്താണ്? വാങ്ങുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എന്താണ്? സിസ്റ്റത്തിൽ എൻറ്റർ ചെയ്ത് സൂക്ഷിക്കുന്നുണ്ടോ? കൃത്യമായിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? എറേഴ്സ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ നമ്മ എന്ത് ചെയ്യണം? സ്റ്റോഴ്സിലെ പ്രവർത്തനങ്ങൾ, സ്റ്റോറിന്റെ ആ ഒരു സിസ്റ്റം ഉണ്ട് അല്ലെ? ഓപ്പറേഷൻസിന് ഒരു സിസ്റ്റം ഉണ്ട് അല്ലെ? ആ സിസ്റ്റത്തെ നമ്മൾ പരിശോധിക്കണോ? ശരിയായ രീതിയിലാണോ അല്ലെ നമ്മുടെ സ്റ്റോഴ്സിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്? അവർ ശരിയായ രീതിയിൽ മെറ്റീരിയൽസ്, പ്രോഡക്ട്സുകൾ വാങ്ങുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നുണ്ടോ അല്ലെ? അത് ശരിയായ രീതിയിലുള്ള മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യണ്ടേ? അപ്പൊ എന്താണ്? എക്സാമിനിങ് ഓഫ് സിസ്റ്റം, സ്റ്റോഴ്സിലെ പ്രവർത്തനങ്ങള് പരിശോധിക്കുക. റിവ്യൂ ഓഫ് സേഫ്റ്റി അല്ലെ? എന്താണ്? സുരക്ഷയുടെ ഒരു അവലോകനം വേണം അല്ലെ? നമ്മ പറഞ്ഞു അല്ലെ? നമ്മുടെ സ്റ്റോഴ്സ് എങ്ങനെയായിരിക്കണം സ്ഥിതി ചെയ്യേണ്ടത്? ഇൻഫ്ലമേഷൻ അല്ലെ? ജ്വലിക്കുന്ന സാധനങ്ങളുടെ അടുത്തൊന്നും സ്റ്റോഴ്സിൽ സ്ഥിതി ചെയ്യാൻ പാടില്ല. സേഫ്റ്റി പ്രിക്കോഷൻസുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ? അപ്പൊ സുരക്ഷയുടെ ഒരു അവലോകനം ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? നെക്സ്റ്റ് പറയുന്നത് കോഡിഫിക്കേഷൻ. ആ പേരിൽ തന്നെയുണ്ട്, കോഡിഫൈ ചെയ്യാം. കേട്ടിട്ടുണ്ടോ കോഡിഫിക്കേഷൻ? എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ കോഡിഫിക്കേഷൻ? കേട്ടിട്ടില്ല.
കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മ ഏതെങ്കിലും ഐറ്റംസിനെ നമ്പർ വെച്ചിട്ടോ അതല്ലെങ്കിൽ ആൽഫബറ്റ് വെച്ചിട്ടോ കോഡിഫൈ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് നമ്മ മെറ്റീരിയൽ നമ്മുടെ ഹോസ്പിറ്റലിലെ ഐറ്റംസിനെ എന്താണ് കോഡിഫിക്കേഷൻ ചെയ്യാണ് എന്ത് വെച്ചിട്ട്? ഒന്നില്ലെങ്കിൽ ആൽഫബറ്റ്സ് അല്ലെ, ABC എന്നൊക്കെ ഉള്ള ആൽഫബറ്റ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ 0, 1, 2, 3 എന്നുള്ള ന്യൂമറിക്കൽ വെച്ചിട്ട് ക്ലാസിഫൈ തരം തിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ കോഡ് കണ്ടു കഴിഞ്ഞാല് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ ഒരു ഐറ്റംസ് ഏത് ഗ്രൂപ്പിൽ പെടുന്നതാണ്? സർജറിയിലെ ആണോ? സർജിക്കൽ സ്റ്റോഴ്സിലെ ഐറ്റം ആണോ? സർജിക്കൽ സ്റ്റോഴ്സിലെ ആണെങ്കിൽ അത് ഏത് ഗ്രൂപ്പിലാണ്? അതല്ലേ സബ് ഗ്രൂപ്പില്. സർജിക്കൽ എക്യുപ്മെന്റ് ആണോ? സർജിക്കൽ മെഡിസിൻ ആണോ? അങ്ങനെയുള്ള ഏതിലാണ് പെടുന്നത്? അതുകൂടാതെ അതിന്റെ ടൈപ്പ് ഏത് തരത്തിലുള്ളതാണ്, അതല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി, അത് നമ്മുടെ സ്റ്റോഴ്സിൽ എത്രമാത്രം നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ് എന്നും മനസ്സിലാക്കാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? എടുക്കാം മിസ് കേട്ടോ. നോക്കിയേ, കോഡിഫിക്കേഷൻ. Codification is the process of representing all items by a number or alphabet. പറഞ്ഞ പോലെ എന്താണ്? നമ്മ എല്ലാ ഐറ്റംസിനെയും, നമ്മ ഹോസ്പിറ്റലിലുള്ള എല്ലാ ഐറ്റംസിനെയും നമ്പർ വെച്ചിട്ടോ അതല്ലെങ്കിൽ ആൽഫബറ്റ് വെച്ചിട്ടോ റെപ്രസെന്റ് സൂചിപ്പിക്കുന്നതിനെയാണ് കോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. The digits of the shows the group അല്ലെ, ആ ഒരു ഡിജിറ്റ്. ഇപ്പൊ SU നമ്മ സർജറിയുടെ സാധനങ്ങളെ നമ്മ ആൽഫബറ്റ് വെച്ചിട്ട് സർജറിയുടെ ആദ്യത്തെ 3 ലെറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ SUR എന്നായിരിക്കും. അപ്പൊ SUR എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തറിയാൻ പറ്റും? അത് സർജിക്കൽ സാധനങ്ങളാണ് അല്ലെ, സർജറിയുമായി ബന്ധപ്പെട്ട ഐറ്റംസ് ആണെന്ന് മനസ്സിലാക്കാലോ. മനസ്സിലാക്കാൻ പോ അബ്രിവിയേഷൻ. അതേപോലെ എന്താണ്? അതേപോലെ ആ ഒരു ഡിജിറ്റ് അല്ലെങ്കിൽ ആ ഒരു ലെറ്റർ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്? അത് ഏത് ഗ്രൂപ്പാണ്, സബ് ഗ്രൂപ്പ്, ഏത് സബ് ഗ്രൂപ്പാണ്, അത് ഏത് തരത്തിലുള്ളതാണ്, ഏത് ടൈപ്പാണ് അല്ലെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഐറ്റം, അത് സ്റ്റോഴ്സിൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ അത് സൂക്ഷിക്കുന്നുണ്ട്, അതിന്റെ വ്യാപ്തി അറിയാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ബാക്കി എല്ലാവരും? ശരണ്യ ഓക്കെയാണ്. ബാക്കി എല്ലാവർക്കും ഓക്കെയാണ്? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. കോഡിഫിക്കേഷൻ ഓഫ് സിസ്റ്റം അല്ലെ, കോഡിഫിക്കേഷൻ ഓഫ് സിസ്റ്റംസ്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം. അപ്പൊ ആ പേരിൽ തന്നെയുണ്ട്. ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ എന്തായിരിക്കും? നമ്മൾ ഐറ്റംസിനെ എന്ത് വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ പേരിൽ തന്നെ ഉണ്ട്. പറയേ. പറയും മക്കളെ, നിങ്ങൾക്ക് അറിയാലോ, പേരിൽ തന്നെ ഉണ്ട്. നമ്പർ വെച്ചിട്ട് അല്ലെ. അപ്പൊ നോക്കിയേ, providing number to understand the group in a stores അല്ലെ. എന്താണ്? നമ്മ ആ സ്റ്റോഴ്സില് ആ ഒരു ഐറ്റംസ് എന്താണ് നമ്പർ വെച്ചിങ്ങാണിട്ട് മനസ്സിലാക്കുന്നു അല്ലെ. നമ്മ അതിനെ നമ്പർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിള് 0 to 99 അല്ലെ. നമ്മൾ 0 മുതൽ 99 ഒക്കെ വെച്ച് കാണിട്ട്, അല്ലെങ്കിൽ 0 മുതൽ 99 വരെ ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് സർജിക്കൽ ഐറ്റംസ് ആണ് എന്ന് മനസ്സിലാക്കാം. 0 to 99. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് alphabetical അല്ലെ. എന്താണ്? ആൽഫബറ്റ്സ് ആർ യൂസ്ഡ് ടു കോഡിഫൈ ദ മെറ്റീരിയൽ. ആ ഒരു മെറ്റീരിയലിനെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മ ആൽഫബറ്റ് അല്ലെ ഉപയോഗിച്ച് കാണിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അക്ഷരമാല, ഇംഗ്ലീഷ് അക്ഷരമാല ഉപയോഗിച്ച് കാണിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു അല്ലെ, കോഡിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് 3 ലെറ്റേഴ്സ് യൂസ്ഡ് അല്ലെ. നമ്മൾ ഇതിന് പൊതുവായിട്ട് ആദ്യത്തെ 3 ആ ഒരു സാധനത്തിന്റെ ആദ്യത്തെ സർജിക്കൽ ആണെങ്കിൽ SUR, അനസ്തേഷ്യ ആണെങ്കിൽ KN,
ANA അങ്ങനെ ആദ്യത്തെ 3 ലെറ്റേഴ്സ് വെച്ച് കണ്ടിട്ട് കോഡിഫൈ ചെയ്യുന്നു അല്ലെ. ഫോർ എക്സാമ്പിൾ SUR എന്നുണ്ട് കേട്ടോ. ഓക്കെ ആണോ? ഫോർ ദ വേർഡ് സർജിക്കൽ. എക്സാമ്പിളില് SU എന്നുള്ളോ SUR എന്നുണ്ടോ? SU എന്നുള്ളൂ അല്ലെ. ആറൊന്നും കൂടിയും ചേർക്കാം കേട്ടോ. ആദ്യത്തെ 3 ലെറ്റേഴ്സ് ആണ്. അപ്പൊ SUR. ഓക്കെ ആണോ? നെക്സ്റ്റ് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം. എന്താണ്? അതിൽ രണ്ടും പറയുന്നുണ്ട് അല്ലെ. ആൽഫ. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും ആ ഒരു ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ആൽഫബറ്റ്സും ന്യൂമറിക്കലും ഉപയോഗിച്ച് നമ്മൾ അതിനെ കോഡിഫൈ ചെയ്യുന്നു അല്ലെ. രണ്ടിന്റെയും കോമ്പിനേഷനിലായിരിക്കും നമ്മൾ ആ ഒരു ഐറ്റംസിനെ കോഡിഫൈ ചെയ്യുന്നത്. ഇറ്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ സിസ്റ്റം അല്ലെ. നമ്മൾ അതിനെന്താണ് ആൽഫബറ്റ്സും ന്യൂമറിക്കലും ഉപയോഗിച്ച് രണ്ടിന്റെയും കോമ്പിനേഷനോട് കൂടിയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. യൂസ് ആൽഫബറ്റ്സ് ഷോ മെയിൻ ഗ്രൂപ്പ്സ്. ആൽഫബറ്റ്സ് അതെന്ത് ചെയ്യാണ്? അതിന്റെ മെയിൻ ഗ്രൂപ്പിനെയും നമ്പേഴ്സ് അതിന്റെ സബ് ഗ്രൂപ്പിനെയും സൂചിപ്പിക്കുന്നു. ഓർ വൈസ് വേഴ്സ. നെക്സ്റ്റ് തിരിച്ചും വരാന്ന്. എന്താണ്? നമുക്ക് ആദ്യം നമ്പേഴ്സ് അതിന്റെ മെയിൻ ഗ്രൂപ്പിനെയും ആൽഫബറ്റ്സ് അതിന്റെ സബ് ഗ്രൂപ്പിനെയും സൂചിപ്പിക്കാം. ഓക്കെ ആണോ? നമ്മ SUR 45 എന്ന് എഴുതാം. 45 SUR എന്ന് എഴുതാം അല്ലെ. അപ്പൊ ആദ്യത്തെ SUR 45 എന്ന് എഴുതിയാൽ എന്താണ്? സർജിക്കൽ എക്യുപ്മെന്റ് ആണ്. സർജറിയുമായി ബന്ധപ്പെട്ട ഐറ്റംസ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ എന്താണ്? മെയിൻ ഗ്രൂപ്പിനെയും 45 എന്നുള്ളത് എന്താണ്? അതിന്റെ സബ് ഗ്രൂപ്പിനെയും സൂചിപ്പിക്കുന്നു. തിരിച്ചാവുമ്പോ എന്താണ്? 45 SUR അല്ലെ. SU45 എന്നുള്ളത് അതിന്റെ സർജിക്കൽ അല്ലെ മെയിൻ ഗ്രൂപ്പിനെയും SUR എന്നുള്ളത് അതിന്റെ സബ് ഗ്രൂപ്പിനെയും സൂചിപ്പിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഡെസിമൽ സിസ്റ്റം. ഡെസിമൽ എന്ന് പറയാൻ നമുക്കറിയാം, നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഡെസിമൽ എന്താണ്? ദശാംശ സംഖ്യകൾ അല്ലെ. അപ്പൊ എന്താണ്? നമ്മ ഐറ്റംസിനെ ഡെസിമൽ ഉപയോഗിച്ച് ദശാംശ സംഖ്യകൾ ഉപയോഗിച്ച് കോഡിഫൈ ചെയ്യുന്നതിനെയാണ് ഡെസിമൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ് ഓഫ് ഡെസിമൽ ടു റെപ്രസെന്റ് ഐറ്റം അല്ലെ. നമ്മ ഒരു ഐറ്റത്തിന് ഡെസിമൽ ദശാംശ സംഖ്യ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു അല്ലെ, സൂചിപ്പിക്കുന്നു. എക്സാമ്പിൾ 50.1432. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് കൊഡാക് സിസ്റ്റം. യൂസിങ് 10 ഡിജിറ്റ് ടു റെപ്രസെന്റ് 8 ഐറ്റം. ഒരു ഐറ്റത്തിനെ 10 ഡിജിറ്റ് വെച്ച് കാണുന്നത് 10 നമ്പർ വെച്ച് നമ്മൾ കോഡിഫൈ ചെയ്യുന്നതിനെയാണ് കൊഡാക് സിസ്റ്റം എന്ന് പറയുന്നത്. ദിസ് ഈസ് ബെറ്റർ ടു യൂസ് ഇൻ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഈ ഒരു കൊഡാക് സിസ്റ്റം വെച്ച് കാണിട്ട് മെയിൻ ആയിട്ട് പ്രധാനമായിട്ടും സർജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഐറ്റംസിനെയാണ് കോഡിഫൈ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? കൺഫ്യൂഷൻസ് വരുന്നുണ്ടോ? ഇല്ലല്ലോ, പേരിൽ തന്നെയുണ്ട് അല്ലെ. നമുക്ക് വേണ്ട ഉത്തരങ്ങൾ പേരിൽ തന്നെയുണ്ട് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ബ്രിഷ് സിസ്റ്റം അല്ലെ. ബ്രിഷ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസിങ് 7. മാറിപ്പോവരുത് കേട്ടോ. കൊഡാക് എന്ന് പറയുന്നത് 10 ഡിജിറ്റ്, ബ്രിഷ് എന്ന് പറയുന്നത് 7 ഡിജിറ്റ് കേട്ടോ. യൂസിങ് 7 ഡിജിറ്റ് ടു റെപ്രസെന്റ് എ സ്പെസിഫിക് ഐറ്റം അല്ലെ. ആ ഒരു പ്രത്യേക ഐറ്റത്തിനെ നമ്മൾ 7 നമ്പർ വെച്ച് കാണിട്ട് കോഡിഫൈ ചെയ്യുന്നു. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ന്യൂമറിക്കൽ സിസ്റ്റം. ഇതെന്താണ്? നമ്മൾ ന്യൂമറിക്കൽ സിസ്റ്റത്തിന്റെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അല്ലെ, അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്. എക്സാമ്പിൾ 1.02.00.00. എന്തിനെയാണ്? മെഡിക്കൽ എക്യുപ്മെന്റിനെയാണ് ഈ ഒരു കോഡ് സൂചിപ്പിക്കുന്നത്. 1.02.00.00. നമുക്ക് ഈ എക്സാമ്പിൾ ഒന്നും ക്വസ്റ്റ്യന് വരില്ല കേട്ടോ. കോഡിഫിക്കേഷൻ ചോദിക്കും. എന്താണ്? ആൽഫബറ്റ്സ് യൂസ് ചെയ്ത് കാണിട്ട് നമ്മൾ കോഡിഫൈ ചെയ്യുന്ന കോഡിഫിക്കേഷൻ ഏതാണ്, അല്ലെങ്കിൽ ന്യൂമറിക്ക് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ കൊഡാക് സിസ്റ്റത്തിലെ ഏതാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിക്കുള്ളേ. എക്സാമ്പിൾ വരില്ല കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് 1.02.0001.00. ബ്ലഡ് ഗ്യാസ് അനലൈസർ അല്ലെ. നമ്മുടെ ബ്ലഡിൽ എന്താണ്? പലതരത്തിലുള്ള വാതകങ്ങൾ ഉണ്ട് അല്ലെ. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ അതിനൊക്കെ മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു അനലൈസർ ആണ് ബ്ലഡ് ഗ്യാസ് അനലൈസർ. നെക്സ്റ്റ് 1.02.01.01 മോഡൽ IPG A3. അതായത് റേഡിയോളജി സെക്ഷനിലുള്ള ഒരു റേഡിയൽ ട്രേ ആണ്
അത് മോഡൽ IBGA3 എന്ന് പറയുന്നത്. നെക്സ്റ്റ് 1.02.02.00 ബോയൽസ് അപ്പാരറ്റ് പെയിന്റഡ് മോഡൽ എന്ന് വെച്ചാൽ അനസ്തെറ്റിക് മെഷീൻ ആണ്. അതിനെയാണ് ഈ ഒരു 1.02.02.00 എന്നുള്ള കോഡ് ഉപയോഗിച്ച് ഞാനിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഒന്നെടുത്തത് മിസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ്സിനോട് ചോദിക്കുക. പിന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.